ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഷ്വറൻസ് ആണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതും ഒന്നിനും തന്നെ ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തിന് പോലും അല്ലേ, നമ്മുടെ കഷ്ടപ്പാടിനോ ട്രിബുലേഷനോ പെർസിക്യൂഷനോ എന്ത് അപകടങ്ങൾക്കോ ഒന്നിനും തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന്, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയാൻ സാധിക്കത്തില്ല എന്നുള്ളതും അല്ലേ. ദൈവം ഒരു തീരുമാനമെടുത്താണ് മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് അല്ലേ. ഞാൻ സ്നേഹിക്കാൻ പോവുകയാണ് മനുഷ്യവർഗത്തെ എന്നുള്ള തീരുമാനം ദൈവമായിട്ട് എടുത്തതാണ്. ആ ദൈവത്തിന്റെ തീരുമാനത്തെ ഒരിക്കൽ പോലും ദൈവം ഇളകത്തില്ല. മനുഷ്യനെ പോലെ ഒരു കാര്യം ഇന്ന് പറഞ്ഞ് വേറൊരു കാര്യം നാളെ ചെയ്യുന്ന തരത്തിലുള്ള ഒരാളല്ല യേശു ക്രിസ്തു. സൃഷ്ടാവായ ദൈവമാണ്. താൻ പറയുന്ന വാക്ക് എന്നും യെസ് ആൻഡ് ആമേൻ ആണ് അല്ലെ. അപ്പൊ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അഷുറൻസ് ആണ് ഒന്നിനും തന്നെ ഈ ലോകത്തില് നമ്മളുടെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മളെ മാറ്റിക്കളയാൻ സാധിക്കത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്നത്, അതാണ് നമ്മുടെ പാപം അല്ലെ. പാപമുണ്ടെങ്കിൽ പാപത്തിന്റെ കൂലി എന്ന് പറഞ്ഞ മരണമല്ല. അപ്പൊ മരണം എന്ന് പറഞ്ഞ ദൈവത്തിൽ നിന്നുള്ള സെപ്പറേഷൻ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് അല്ലെ. അപ്പൊ പാപത്തിനല്ല വേറെ ഒന്നിനും മനുഷ്യനെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റിക്കളയാൻ സാധിക്കത്തില്ല. അപ്പൊ അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് വെക്കുന്നത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കും. കർത്താവേ, സമയത്ത് നന്ദി പറയുന്ന കർത്താവേ, അങ്ങയുടെ സ്നേഹം പോലൊരു സ്നേഹമില്ല. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗാഡ്. ഞങ്ങളെ തേടിയെത്തിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞു. ഞങ്ങളുടെ ഒരിക്കൽ പോലും പറ്റിപ്പോകാത്ത കരുണയ്ക്കായിട്ട് നന്ദി പറയുന്ന കർത്താവെ, അങ്ങേരെ ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി പറയുന്ന കർത്താവ്, മനുഷ്യന്റെ രൂപത്തിൽ ലോകത്തിലേക്ക് അങ്ങ് വന്നു കർത്താവെ, ലോർഡ് ഫാദർ ഗാഡ്, ഉള്ളി ബിഗോട്ടൻ സൺ, ദൈവത്തിന്റെ രൂപത്തിൽ തന്നെ ഇരിക്കാതെ മനുഷ്യന്റെ രൂപത്തിലേക്ക് തന്നെ താഴ്ത്തിക്കൊണ്ട് ഈ ലോകത്തിൽ വന്ന് ഞങ്ങളെ പോലെ തന്നെ കർത്താവ്, ലോർഡ് ഫാദർ, ഈ ലോകത്തിൽ ജീവിക്കുകയും ഞങ്ങളെപ്പോലെ തന്നെ പല കാര്യത്തിൽ അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഇന്ന് പിതാവിന്റെ ബലഭാഗത്തിരിക്കുകയും ചെയ്തു. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗാഡ്. അങ്ങനെ പോലെ ഒരു ദൈവമില്ല. അങ്ങയുടെ സ്നേഹം പോലെ സ്നേഹവുമില്ല. മനുഷ്യവർഗത്തെ അങ്ങ് സ്നേഹിക്കുന്നു, അങ്ങ് സ്നേഹിക്കും എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നു കർത്താവ്. താങ്ക് യു ജീസസ്. ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നെ നന്ദി പറയുന്നു. പിതാവെ, അങ്ങേക്കായിട്ട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്ക് ലേഖനത്തിലേക്ക് പോകാം. 8-ാമത്തെ അധ്യായം, റോമറിന്റെ 8-ന്റെ 33 തൊട്ട് 39 വാക്കുകൾ പെട്ടതൊന്ന് വാക്യം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു. അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിൽ നിന്നോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പൊ ഇത് പോളിന്റെ വാക്കുകളാണ്. പോൾ വഴി ഹോളി സ്പിരിറ്റ് ഗോഡ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: കർത്താവായ യേശു ക്രിസ്തുവിൽ അല്ലെ, യേശുവിലുള്ള ദൈവത്തിന്റെ സ്നേഹം, യേശുവിലായിരിക്കുന്ന വ്യക്തികളെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അവരുടെ നേരെ ദൈവത്തിനുള്ള സ്നേഹം അതൊരിക്കൽ പോലും എന്താ പറയുക, ഇളക്കം തട്ടാത്തതാണ്. ദൈവം ഒരു തീരുമാനം എടുത്താണ്. സ്വന്തം മകന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത വ്യക്തികളെ അല്ലെ, അവരെ ഒന്നിനും തന്നെ ഒരു സൃഷ്ടിക്കും, ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ ഭാഷകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റൊന്നിനും ഒരു സൃഷ്ടിക്കോ ഒന്നിനും തന്നെ അല്ലെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മളെ അകറ്റിക്കൊണ്ട് പോകാൻ സാധിക്കത്തില്ല. ഇവിടെ ഈ 33-34 വാക്ക് പറയുമ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുക: ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. അപ്പൊ ദൈവം തന്റെ പുത്രന്റെ രക്തം കൊണ്ട് അല്ലെ, യേശുക്രിസ്തു സ്വന്തം രക്തം കൊണ്ട് വീണ്ടെടുത്ത വ്യക്തികളെ കുറ്റം ചുമത്തുന്നത് ആര് അല്ലെ? ഇനി കുറ്റം ചുമത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. നമുക്കറിയാം, വെളിപാട് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ 12-ാമത്തെ ചാപ്റ്ററിന്റെ 10-ാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: എന്താ, ദൈവത്തിൽ യേശുക്രിസ്തു വിശ്വസിക്കുന്ന വ്യക്തികളെ അല്ലെ, സഹോദരങ്ങളെ അല്ലെ, എന്താ പറയുക, ബ്രദറൻസിനെ എന്താ പറയുക, കുറ്റപ്പെടുത്തുന്ന, രാവും പകലും നിന്ന് കുറ്റപ്പെടുത്തുന്ന ഒരുത്തനുണ്ട്.
അല്ലെ? ദൈവത്തിന്റെ മക്കളെ രാവും പകലും നിന്ന് കുറ്റപ്പെടുത്തുന്ന ഒരു വ്യക്തിയുണ്ട്. അവന്റെ പേരാണ് പിശാച് അല്ലെ? അവൻ തലങ്ങും വിലങ്ങും നമ്മളെ നിന്ന് കുറ്റപ്പെടുത്തിയിട്ട് പോലും ദൈവത്തിന് അതൊരു കാര്യമേ ഇല്ല. ദൈവം നമ്മളെ നോക്കുന്നത് സ്വന്തം കണ്ണുകൊണ്ട് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ നോക്കുവല്ല. ദൈവം പരിശുദ്ധനാണ്. സ്വന്തം കണ്ണുകൊണ്ട് നമ്മളെ ഡയറക്റ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാപങ്ങൾ കാണും. പക്ഷെ ദൈവം എപ്പോഴും ഒരു ഒരു കണ്ണാടി ധരിക്കുന്നു. ആ കണ്ണടയുടെ പേരാണ് യേശുക്രിസ്തു. യേശുവിൽ കൂടിയേ നമ്മൾ നോക്കത്തുള്ളൂ അല്ലെ? നമുക്കറിയാം ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുവിലേക്ക് ബാപ്റ്റിസം എടുത്തിരിക്കുന്ന വ്യക്തികളല്ല, യേശുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ? യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്കെല്ലാം ദൈവപുത്രനാകാനുള്ള അധികാരം ദൈവം തന്നിരിക്കും, അവകാശം ദൈവം തന്നിരിക്കും. അപ്പോ യേശുവിൽ ഹിഡനാണ് നമ്മൾ, യേശുവിൽ മറഞ്ഞിരിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ പിതാവ് നോക്കുമ്പോ പുത്രനെയാണ് കാണുന്നത് അല്ലെ? അപ്പൊ പിതാവ് നോക്കുമ്പോ, നമ്മളിലേക്ക് നോക്കുമ്പോ സ്വന്തം പുത്രനെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അവിടെ പ്രോബ്ലം ഉണ്ട് അല്ലെ? അപ്പൊ സ്വന്തം പുത്രനെ നമ്മുടെ ഉള്ളിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, സ്വന്തം പുത്രനാണ് നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. രാവും പകലും ആരൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞാലും അതൊരു പ്രശ്നമില്ല. കാരണം പിതാവ് അത് ഏറ്റെടുക്കാൻ പോകുന്നില്ല. പിശാച് തലങ്ങും വിലങ്ങും നിന്ന് കുറ്റപ്പെടുത്തിയിട്ട് പോലും പിതാവ് അത് കൈക്കൊള്ളാൻ താല്പര്യപ്പെടുന്നില്ല അല്ലെ? കാര്യം ദൈവത്തിന് ഒരു കാര്യം അറിയാം, നീതീകരിക്കപ്പെട്ടവരാണ് അല്ലെ? വിളിച്ചിരിക്കുന്ന വ്യക്തികൾ, നീതീകരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, സ്വന്തം മകന്റെ രക്തം കൊണ്ട് പർച്ചേസ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇങ്ങനെ പറഞ്ഞിരിക്കുക, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും അല്ലെ? അപ്പൊ നീതീകരിക്കുന്ന ദൈവം അല്ലെ? വീണ്ടെടുക്കുന്നവൻ ദൈവം, ക്ലീൻ ആക്കുന്ന ദൈവം അല്ലെ? നമുക്കറിയാം പത്രോസിനോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവം ക്ലീൻ ആക്കിയതിനെ, ദൈവം ക്ലെൻസ് ചെയ്തതിനെ ഒന്നും കോമൺ എന്ന് വിളിക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയുക, കൊർന്നേലിയസിന്റെ വീട്ടിലേക്ക് പോകണം എന്ന് പറയുന്ന സമയത്ത് അല്ലെ, അപ്പോസ്തലപ്രവർത്തനം നമ്മൾ വായിക്കുന്ന 10-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വായിക്കുന്ന കാര്യം, അപ്പോസ്തലപ്രവർത്തനം നമ്മൾ വായിക്കുന്ന കാര്യമാണ്. കൊർന്നേലിയസിന് ഒരു മാലാഖയെ വിട്ട് ദൈവം പ്രത്യക്ഷപ്പെടുത്തുന്നു. അപ്പൊ അതിന് ശേഷം സൈമൺ പീറ്റർ തിരക്കി ആളെ വിടാൻ പറഞ്ഞു. ആള് വരുന്നതിന് മുമ്പ് ദൈവം ഒരു വിഷൻ അല്ലെ, എന്താ പറയാ, സൈമൺ പീറ്ററിന് കൊടുക്കുന്നു. അതിലിങ്ങനെ ദൈവം പറയുവാണ്, ഷീറ്റ് പോളത്തില് സകലവിധത്തിലുള്ള നാൽക്കാലികളും എല്ലാം സ്വർഗത്തിൽ നിന്ന് വരുന്ന പോലെ തോന്നുമ്പോ പീറ്ററിനോട് ഒന്ന് തിന്നാൻ പറയാം. പീറ്റർ പറഞ്ഞില്ല, ഞാനൊന്ന് അൺക്ലീൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ എന്താ പറയാ, റിച്വലി ക്ലീൻ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലാത്ത വേറെ ഒന്നും ഞാൻ കഴിക്കാറില്ല എന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ക്ലീൻ ആക്കിയത് അല്ലെ, ഒന്നിനെയും തന്നെ നീ അൺക്ലീൻ എന്ന് പറയരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവമാണ് നീതീകരിക്കുന്നത്. ദൈവം നീതീകരിക്കുന്നതിനെ അവരെങ്ങനെയുള്ളവരാന്ന് പറഞ്ഞോട്ടെ അല്ലെ, അവരെന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ ചെയ്തെന്ന് പറഞ്ഞാലും അത് ദൈവവും അവരും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് അല്ലെ. അപ്പോ നമുക്കറിയാം, നമ്മളിപ്പോ ഈ യൂട്യൂബ് ചാനലിലൊക്കെ ഒരുപാട് കാര്യം, പല പാസ്റ്റർമാരെയൊക്കെ പറ്റി ഇങ്ങനെ ഒരുപാട് പേര് കുറ്റം പറയുന്നത്, അവര് പ്രീച്ചിങ്ങിനെ പറ്റി അവർ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. പിന്നെ എന്താ പറയാ, അവർ ചെയ്തത് ശരിയല്ല, ഇങ്ങനെയല്ല മിനിസ്റ്റർ ചെയ്യുന്നത്, ഇങ്ങനെയൊന്നും അല്ല, ഇവര് ഹോളി സ്പിരിറ്റ് ഗോഡ് ഒന്നും അല്ല നിറഞ്ഞിരിക്കുന്ന, അവരുടെ ഉള്ളില് വേറെ എന്തൊക്കെയോ പിശാചിന്റെ ആത്മാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തലങ്ങും വിലങ്ങും ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് പേരെ പറ്റി, ഒരുപാട് പാസ്റ്റർമാരെയൊക്കെ പറ്റി പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ പറയാനുള്ള അവകാശം നമുക്ക് ദൈവം തന്നിട്ടില്ല. ഇവിടെ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുക, ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നമുക്ക് മറ്റുള്ളവർ കുറ്റം ചുമത്താനുള്ള അവകാശം, അധികാരം തന്നിട്ടില്ല. അവരിനി കുറ്റം ചെയ്തെങ്കിൽ പോലും അല്ലെ, അവര് കുറ്റം ചെയ്യുന്ന വ്യക്തികളായപ്പോലും, അത് ഇന്നും കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും നമ്മൾക്ക് അവരെ ജഡ്ജ് ചെയ്യാൻ, നമുക്ക് അവരെ കുറ്റപ്പെടുത്താനുള്ള ഒരു അവകാശം ദൈവം നമുക്ക് തന്നിട്ടില്ല അല്ലെ. നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര് അല്ലെ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിന്റെ വലഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പശുപാലം ചെയ്യുകയും ചെയ്യുന്നു അല്ലെ. നീതീകരിക്കുന്ന അവൻ, ശിക്ഷ വിധിക്കുന്നതും അവൻ അല്ലെ, അവരെ വീണ്ടെടുത്തതും അവൻ, യേശുക്രിസ്തു സ്വന്തം രക്തം കൊണ്ട്. അപ്പൊ യേശുവിന് മാത്രമേ ഉള്ളൂ ആ വ്യക്തിന്റെ പുറത്ത് ഒരു അവകാശമുള്ളൂ അല്ലെ. യേശുവിനല്ല വേറെ ആർക്കും ഒരു അവകാശമില്ല. ദൈവത്തിന്, യേശുവും പിതാവും ഹോളി സ്പിരിറ്റ് ഗോഡും അവരൊന്നാണ്. ദൈവത്തിനല്ല വേറെ ആർക്കും ഒരു അവകാശമില്ല വ്യക്തിന്റെ പേരിൽ അല്ലെ. അപ്പൊ ഒന്ന് വിചാരിച്ചു വെക്കുക. അപ്പൊ ചിലരെങ്ങനെ ചോദിക്കും, അപ്പൊ അവരൊക്കെ പറയുന്നത് മോശമാണ്, അപ്പൊ ഇവര് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറ്റം ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയാതിരിക്കുവാണെങ്കിൽ, നമ്മൾ വീഡിയോ എടുക്കാതിരിക്കുവാണെങ്കിൽ മറ്റുള്ളവർ എങ്ങനെ മനസ്സിലാക്കും അല്ലെ. അപ്പൊ നമ്മൾ ശരിക്കും പറയുന്നത്, അങ്ങനെ ആൾക്കാർ വീഡിയോ എടുത്ത് ഒക്കെ ഇടുന്നതൊക്കെ അതൊക്കെ വളരെ നല്ല കാര്യമാണ്, മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഒരു സർവീസാണ് അല്ലെ. അതിനോട്
ഇതിനോട് ഞാൻ ഒട്ടും യോജിക്കത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെന്റെ അഭിപ്രായമാണ്. നമ്മള് മറ്റുള്ളവര് പറഞ്ഞിട്ടല്ല അറിയേണ്ടത് അല്ലെ? ഇപ്പൊ ഒരാള് പ്രീച്ച് ചെയ്യുന്ന കാര്യം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മള് മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ആള് ഒരു വീഡിയോ ഇറക്കി കഴിയുമ്പോൾ അല്ല അല്ലെ? നമ്മള് അവരുടെ യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ നമ്മളുടെ പാസ്റ്റർമാരായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാസ്റ്റർമാരായിക്കോട്ടെ ഒരു ഇവാഞ്ചലിസ്റ്റ് അപ്പോസ്റ്റലന്മാർ ആരെങ്കിലും അവര് പ്രീച്ച് ചെയ്യുന്ന തെറ്റാന്നുള്ള കാര്യം മറ്റുള്ളവർ പറയുമ്പോഴല്ലേ നമ്മൾക്ക് മനസ്സിലാകേണ്ടത് അല്ലെ? നമ്മൾ അവര് പ്രീച്ച് ചെയ്യുന്ന കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകണം. അതെങ്ങനെ നമുക്ക് സാധിക്കും? നമ്മൾ വചനത്തില് നന്നായിട്ട് വേരൂന്നിയ വ്യക്തികൾ ആയിരിക്കണം അല്ലെ? അപ്പോൾ നമ്മൾക്ക് വചനം നമ്മുടെ ഉള്ളിലുള്ളപ്പം ഇവര് പറയുന്ന തെറ്റാണെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാകും അല്ലെ? ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർ തെറ്റായിട്ടാണ് പറയുന്നതെങ്കിൽ. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾക്ക് മറ്റുള്ളവരുടെ ഉപദേശത്തിന്റെ ആവശ്യമില്ല, മറ്റുള്ളവരുടെ വീഡിയോന്റെ ആവശ്യമില്ല, നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഇവര് ഒരു പ്രാവശ്യം കാണുമ്പോൾ തന്നെ ഇവരുടെ എന്താ പറയുക, ഒരു പ്രാവശ്യം കാണുന്നതല്ല, ഇവരുടെ വീഡിയോ കേൾക്കുമ്പോൾ അവരുടെ പ്രസംഗം കേൾക്കുമ്പോൾ അല്ലെ, അത് നമുക്ക് മനസ്സിലായി. കാരണം നമ്മുടെ ദൈവം തന്നെ വചനത്തിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, റോങ് ആയിട്ടുള്ള ഫോൾസ് ആയിട്ടുള്ള ടീച്ചർമാർ ഒരുപാട് വരും എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പോൾ നമ്മൾക്ക് അപ്പൊ വചനത്തിൽ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കാര്യമാകുമ്പോൾ നമ്മളിപ്പോ വചനത്തിൽ വേരൂന്നിക്കൊണ്ട് ജീവിക്കുമ്പോൾ വചനം നമ്മുടെ ഉള്ളിൽ റിച്ച് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് ഇരിക്കണം എന്നാണ് കൊളോസ്യർക്ക് ലേഖനത്തിൽ 3-ാമത്തെ ചാപ്റ്ററിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് വചനം നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് തെറ്റായിട്ടുള്ള വചനത്തിന്റെ ഇന്റർപ്രിറ്റേഷൻ ആണ്, റെവലേഷൻ ആണ് ഇവർ പറയുന്നതിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളെ തന്നെ ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയ്ക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്യാതെ നമ്മൾ ഓരോ കാര്യത്തിൽ നടക്കുമ്പോഴാണ് പിന്നെ നമ്മൾ ഇതുപോലുള്ള യൂട്യൂബ് വീഡിയോകളെ അതിനെ ഇതിനെയൊക്കെ നമ്മൾ ആശ്രയിക്കേണ്ടിയിരിക്കുന്ന, മറ്റുള്ള അഭിപ്രായത്തെ നമ്മൾ ആശ്രയിക്കേണ്ടിയിരിക്കുന്നത് അല്ലെ. അതിനായിട്ടുള്ള നമ്മളായിട്ട് വെച്ചു കൊടുക്കരുത് അല്ലെ. അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുക, ദൈവം തിരഞ്ഞെടുത്താൽ ആരും കുറ്റപ്പെടുത്താൻ പോകരുത്, അതിനുള്ള അവകാശം നമുക്കില്ല. പിശാച് തലങ്ങും മരുന്നും കുറ്റപ്പെടുത്തിട്ട് പോലും ദൈവം ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കുന്ന സ്ഥലത്ത് അല്ലെ. അപ്പൊ നമ്മൾ കുറ്റപ്പെടുത്തിയാലും ദൈവം അത് മൈൻഡ് ചെയ്യാൻ പോകുന്നത്. ദൈവത്തിന്റെ അടുത്ത് ചെന്ന് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ പറ്റി കുറ്റം പറയാതിരിക്കുക. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പലപ്പോഴെങ്കിലും നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം, ദൈവമേ എന്നെ ദ്രോഹിച്ച പോലെ അവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് നമ്മൾ പലപ്പോഴെങ്കിലും പറഞ്ഞു പോകുന്നു. മനഃപൂർവ്വം പറയുന്നില്ല, ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് വളരെയധികം സങ്കടം ഉള്ള കാര്യങ്ങൾ ഒക്കെ അവർ ആരെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ അല്ലെ, അവര് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ ഒരുപാട് സങ്കടത്തിലേക്ക് നടത്തുമ്പോൾ നമ്മളിങ്ങനെ അറിയാതെയെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചു പോകുന്ന ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ എന്നെ ഇവൻ ദ്രോഹിച്ച പോലെ, എന്നെ അവൾ ദ്രോഹിച്ച പോലെ, എനിക്കെതിരായിട്ട് അവൾ പ്രവർത്തിച്ച പോലെ അവളെ ഒരു പാഠം പഠിപ്പിക്കണം, അവളെ ഒന്ന് കാണിച്ചു കൊടുക്കണമേ. ദൈവം ഒരിക്കൽ പോലും ദൈവത്തിന് ഒരിക്കൽ പോലും സ്വീകാര്യമല്ലാത്ത ഒരു പ്രാർത്ഥനയാണത്. ഒരിക്കൽ പോലും അപ്രൂവ് ചെയ്യാത്ത ഒരു പ്രാർത്ഥനയാണ് അല്ലെ. അപ്പൊ നമ്മളത് മനസ്സിലാക്കുക. ദൈവത്തിന്റെ ഹൃദയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ എന്താ പറയാ ദ്രോഹിച്ചവരെ നമ്മള് റൈച്ചസ് ആയിട്ട് നിന്നിട്ട്, നമ്മൾ നീതിയും ന്യായവുമായിട്ട് നിന്നിട്ടും അല്ലെ പിന്നെയും നമ്മൾ ദ്രോഹിക്കുന്ന വ്യക്തികളാണ് എന്താ പറയുക നമ്മുടെ ചുറ്റുമുള്ളതെങ്കിൽ, അങ്ങനെ ആരെങ്കിലും നമ്മളെ ദ്രോഹിച്ചെങ്കിൽ ദൈവം അവരെ എന്താ പറയാ ദൈവത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ അവർക്ക് അവരോട് ഇടപെട്ടോളും. നമ്മളായിട്ട് അതിന് ഇടപെടാൻ പോകുന്നതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ക്ഷമിക്കാൻ അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ, നമ്മുടെ വേദനയ്ക്കിടയിലും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ, ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മളെ ദ്രോഹിക്കുന്നതിനും കൂടെ എന്താ പറയുക, നമ്മളെ ശപിക്കുന്നവരെ നമ്മൾ ബ്ലസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ശത്രുവിനെ പോലെ സ്നേഹിക്കാനും പറഞ്ഞിരിക്കുക. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വാതിൽ തുറക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്താ പറയുക, നമ്മള് മറ്റുള്ളവർ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ ഒരു പിശാചിന് നമ്മുടെ ജീവിതത്തിന്റെ അവന്റെ വർക്കുമായിട്ട് വരാനുള്ള വാതിൽ തുറക്കുക ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ് ക്ഷമിക്കാൻ പറഞ്ഞത്. അപ്പൊ ക്ഷമിക്കാൻ പറയുമ്പോ ആ വാതിൽ കൊട്ടി അടയ്ക്കപ്പെടുക. അപ്പൊ നമ്മുടെ ഹൃദയത്തിലുണ്ടായ ആ മുറിവുകൾ പിന്നെയും അത് നമ്മൾ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോ അത് പിന്നെ ഓരോ തലങ്ങളിലേക്ക് പോകുമ്പോ അല്ലെ, ആ തലങ്ങളിൽ അവിടെ
പിശാചിന്റെ വർക്കിന് അവന്റേതായിട്ടുള്ള മോശപ്പെട്ട ചിന്താഗതികളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഓരോ വാതിലുകളായിട്ട് അത് എന്താ പറയുക ഓപ്പറേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്. പിന്നെ നമ്മള് നമ്മുടെ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണികളാണ് അല്ലെ. ദൈവം നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നു അല്ലെ. അതായത് ഇപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞിരിക്കുക ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് എന്തിനും നമ്മളെ മാറ്റിക്കളയാൻ സാധിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോ അത്രയധികം സ്നേഹമാണ് മനസ്സുകൊണ്ട് ദൈവം ഒരു തീരുമാനം എടുത്താണ്. നമ്മൾ സ്നേഹിക്കപ്പെടാൻ ഒന്നും തന്നെ ഇല്ല നമ്മൾ അല്ലെ. നമ്മളുടെ ഉള്ളിൽ ഒന്നുമില്ല. നമ്മുടെ പ്രവൃത്തികളോ നമ്മളുടെ വിചാരങ്ങളോ നമ്മുടെ ആറ്റിറ്റ്യൂഡുകളോ ഒന്നും തന്നെ ഇല്ല. നമ്മള് സ്നേഹിക്കപ്പെടാൻ വേണ്ടി ഒന്നുമില്ല. നമുക്കറിയാം റോമർക്ക് തന്നെ എഴുതിയ ലേഖനത്തെ 6-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പാപത്തിന്റെ ഫലം പാവത്തിന്റെ കൂലി എന്ന് പറഞ്ഞാൽ മരണമാണ്. പക്ഷെ ദൈവം നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് ഇറ്റേണൽ ലൈഫ് തന്നിരിക്കും. അതൊരു ഫ്രീ ഗിഫ്റ്റ് ആണ് അല്ലെ. നമുക്ക് അത് ഫ്രീ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് അർഹതപ്പെട്ടത് കൊണ്ടല്ല, വെറുതെ ദൈവം അങ്ങ് തരുവാണ് നമുക്ക്. അത്രയ്ക്കുള്ള അർഹത നമുക്ക് ചുരുക്കമില്ല. എന്നിട്ട് കൂടി നമ്മളെ സ്നേഹിക്കാൻ ഒരു തീരുമാനം എടുത്തിരിക്കുന്ന ദൈവമാണ് അല്ലെ ദൈവം. അപ്പൊ മറ്റുള്ളവർ നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി ശ്രമിക്കുവാണെങ്കിൽ ദൈവത്തിന് അറിയാം എന്ത് കാര്യം അവരോട് സംസാരിക്കണം എന്നുള്ള കാര്യം ദൈവത്തിന്. അപ്പൊ അതങ്ങനെ അങ്ങ് വിട്ടുകൊടുത്താൽ മതി അല്ലെ. ദൈവത്തിന്റെ കൈകളിലേക്ക് നമ്മൾ വിട്ടുകൊടുത്താൽ മതി. അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുക. അപ്പൊ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മള് ദൈവത്തിന്റെ മുമ്പിലേക്ക് ദൈവമേ എന്നെ ദ്രോഹിക്കണമെന്നുള്ള പ്രാർത്ഥനയായിട്ട് ഒരു കാരണവശാലും പോകാതിരിക്കുക. ആ പ്രാർത്ഥന ദൈവത്തിന് സ്വീകാര്യമല്ല അല്ലെ. നമ്മൾക്ക് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് അയൽവക്കത്തുള്ളവരിൽ നിന്ന് അങ്ങനെ വർക്ക് സ്ഥലങ്ങളിലെ ആൾക്കാരുമായിട്ട് കൊളീഗ്സുമായിട്ടും അങ്ങനെ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് ദൈവത്തിന് മുമ്പേ മുട്ടുകാല് കുത്തി നിന്നുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക മാത്രം. ദൈവത്തിന്റെ മുമ്പിൽ കരയാം. ദൈവം അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരുക തന്നെ ചെയ്യും. ഇങ്ങനെ പറഞ്ഞിരിക്കുക. ഇനി ഒരു വർഷം ഞാൻ വായിക്കുന്ന വചനം, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്ത നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ അവൻ. ക്രിസ്തുവേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുന്നത് ആർ അല്ലെ. ആർക്ക് സാധിക്കും ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മളെ വേർതിരിച്ച് കളയാൻ? പിശാചിനെ കൊണ്ട് സാധിക്കുമോ? നമ്മൾ കുറ്റം പറയുന്ന വ്യക്തികളെ കൊണ്ട് സാധിക്കുമോ? നമ്മൾക്ക് തന്നെ സാധിക്കുമോ അല്ലെ. ദൈവം അതാ ചോദിക്കുന്നത്. നമ്മൾക്ക് ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമേ ദൈവത്തിൽ നമുക്ക് അകന്നു പോകാൻ സാധിക്കത്തുള്ളൂ. അതിന്റെ പേരാണ് പാപം എന്ന് പറയുന്നത് അല്ലെ. പാപത്തിന്റെ ഫലമാണ് മരണം. മരണം എന്ന് പറഞ്ഞാൽ മരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ശരീരത്തിന്റെ മരണത്തെ പറ്റിയല്ല, നമ്മുടെ ആത്മാവിന്റെ മരണത്തെ പറ്റി. ആത്മാവിന്റെ മരണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ ആത്മാവിന് എങ്ങനെയാണ് മരിക്കാൻ സാധിക്കുന്നത്? മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിനെയാണ് മരണം എന്ന് പറയുന്നത്, ആത്മാവിന്റെ മരണം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിൽ നിന്ന് നമ്മൾ അകലത്തിലാകുമ്പോൾ നമ്മൾ ആയിപ്പെടുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് മരണത്തിന്റെ മണ്ഡലത്തിലാണ് ആയിപ്പെടുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ മരിച്ചവരായിരുന്നു എന്ന് എഫേസ്യർ ലേഖനത്തില് 2-ാമത്തെ ചാപ്റ്ററിൽ പറയുമ്പോ എങ്ങനെയാ മരിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവ് മരിച്ച നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന് ഒരുപാട് അകലത്തിലായിരുന്നു, മരണത്തിന്റെ മണ്ഡലത്തിലായിരുന്നു അല്ലെ. അപ്പോ ഇവിടെ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒന്നിനും തന്നെ നമ്മളെ പാപം നമ്മള് ഒരു പ്രാവശ്യം പാപം ചെയ്തു എന്ന് വെച്ചുകൊണ്ട് നമ്മള് അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. ഒരു പ്രാവശ്യം പാപം ചെയ്തു അറിഞ്ഞോ അറിയാതെ നമ്മൾ അല്ലെ, വിശ്വാസത്തിലുള്ള വ്യക്തികൾ അറിഞ്ഞോ അറിയാതെ ഒരു പാപം ചെയ്തു പോയി. അപ്പൊ അത് ദൈവത്തോട് ക്ഷമ ചോദിച്ചു. നമ്മൾ ആ ക്ഷമ ചോദിക്കുന്ന നിമിഷം ദൈവം അതേ നിമിഷം തന്നെ നമ്മളോട് ക്ഷമിക്കുന്നു. നമ്മൾ പിന്നെയും നമ്മൾ ദൈവമായിട്ട് നല്ല നടപ്പിലാവുന്നു. പക്ഷെ നമ്മളോട് ക്ഷമിക്കാൻ എന്താ പറയാ, നമുക്ക് ദൈവത്തോട് ക്ഷമ ചോദിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെയും പാപത്തിലായി പോവുകയാണെങ്കിൽ അല്ലെ. ഒന്നാമത്തെ യോഹന്നാനിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 1-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ, ദൈവം വെളിച്ചമാണ്, ആ വെളിച്ചത്തിലാണെന്ന് പറയാൻ പിന്നെ നമ്മൾ നമ്മുടെ രീതിയിൽ ജീവിക്കുകയോടെ ചെയ്യുവാണെങ്കിൽ അത് സത്യമില്ല അല്ലെ. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും പിന്നെ ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഫോഷ്ക് പറയുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? 1-ാമത്തെ ജോണിന്റെ 1-ാമത്തെ ചാപ്റ്ററിന്റെ 6-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവനോട് കൂട്ടായ്മ, അവൻ വെളിച്ചമാണ്, അപ്പൊ അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയാം പിന്നെ ഇരുട്ടിൽ നടക്കുന്ന കഴിഞ്ഞാൽ പാവത്തിലായിക്കോ ചെയ്യുന്ന കഴിഞ്ഞാൽ അതിനൊരു എന്താ പറയാ, അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് ഫോഷ്ക് പറയുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ വാക്കിലേക്ക് വരികയാണെങ്കിൽ റോമകൃതിയിലേക്ക് 8-ൽ വരികയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മളെ വേർതിരിക്കുന്ന ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറപ്പാനുള്ള ആടുകളെപ്പോൾ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നു. നാമോ നമ്മെ സ്നേഹിക്കാൻ മുഖാന്തരം ഇതിൽ ഒക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിൽ നിന്നോ ആഴത്തിൽ നിന്നോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല. ഒന്നിനും
രക്ഷിക്കപ്പെട്ടതിന് ഒന്നിനും തന്നെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മളെ അകറ്റിക്കൊണ്ട് പോകാൻ കഴിയത്തില്ല. കാരണം ദൈവം ഒരു തീരുമാനം എടുത്തതാണ്. നമ്മളെ സ്നേഹിക്കും എന്നൊരു തീരുമാനം എടുത്തതാണ്. അല്ലെ? എന്തൊക്കെ കഷ്ടപ്പാട് വന്നു പറഞ്ഞാലും, എന്തൊക്കെ കഷ്ടതയിൽ കൂടെ കടന്നു പോയെന്ന് പറഞ്ഞാലും ഒരിക്കൽ പോലും കൈവിടത്തില്ല. അല്ലെ? നമുക്കറിയാം 23-ാമത്തെ സങ്കീർത്തനത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അല്ലെ? നമ്മുടെ എന്താ പറയാ മരണത്തിന്റെ താഴ്വരയിൽ കൂടെ നടന്നാൽ നമ്മളെ ഒറ്റപ്പെടുത്തി കളയാൻ താല്പര്യമില്ലാത്ത ദൈവം. അല്ലെ? ഐസയാക്കകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുക. നമ്മള് വെള്ളത്തിൽ കൂടെ കടന്നു പോയാലും, ഫ്ലഡിൽ കൂടെ കടന്നു പോയാലും, അല്ലെ, തീയിൽ കൂടെ പാസ് ചെയ്താലും നമ്മുടെ ഒപ്പമുള്ള ദൈവമാണ് യേശുക്രിസ്തു. അപ്പൊ ഇത് നമുക്കൊരു അഷ്വറൻസ് ആണ്, നമ്മുടെ ജീവിതത്തിന്റെ അഷ്വറൻസ് ആണ്. എന്തൊക്കെയാന്ന് പറഞ്ഞാലും എന്നെ ഉപേക്ഷിച്ച് കളയാത്ത ദൈവമാണ് എന്റെ ദൈവം എന്ന് പറയുന്നത്. അല്ലെ? അപ്പൊ ആ ഒരു അഷ്വറൻസുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. നമ്മളെ പാപം ചെയ്തിട്ട് പിന്നില്ല എന്റെ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. പാപത്തിലാകാനല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റൈച്ചസ് ആയിട്ട് ദൈവത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ പറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെ? ഒന്നിനും തന്നെ ദൈവത്തിന്റെ സ്ഥലത്തുനിന്ന് അവരെ മാറ്റിക്കളയാൻ സാധിക്കത്തില്ല എന്ന് പറയുമ്പോൾ അവര് റൈച്ചസ് ആയിട്ട് ദൈവത്തിന്റെ യഹോവയുടെ തിറയിൻ കീഴ് ആലയമാക്കി വെച്ചിരിക്കുന്ന ആൾക്കാർ, അഭയം പ്രാപിച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. അല്ലെ? റൈച്ചസ് ആയിട്ടുള്ള ജീവൻ നയിക്കുന്ന വ്യക്തികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. മരണത്തിലോ ജീവിതത്തിലോ ഒന്നിനും തന്നെ അവരെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു പ്രശ്നത്തിനും ഒരിക്കൽ പോലും അവരെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അല്ലെ? പിശാച് പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഇടുന്ന ഒരു തോന്നലാണ്, നമുക്ക് നമ്മള് ദൈവത്തിന് എന്താ പറയാ സ്വീകാര്യരായിട്ടുള്ള വ്യക്തികളല്ല എന്നുള്ള ഒരു കാര്യം. അല്ലെ? പലപ്പോഴും പലരുടെയും മനസ്സിലേക്ക്, അല്ലെ, കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, ഇല്ല നീ ദൈവത്തിന് ഉതകുന്നവനല്ല, നീ ദൈവത്തിന് ചേരുന്നതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇപ്പൊ ചെയ്ത പാപം കൊണ്ട്, നീ ഇപ്പൊ പറഞ്ഞു കൂട്ടിയ വാക്കുകൾ കൊണ്ട്, അല്ലെ, നിന്റെ കൊള്ളരുതാത്ത കൊണ്ട് ദൈവം നിന്നെ ഉപേക്ഷിച്ച് കളയാതെ തന്നെ ചെയ്യും. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഒരിടത്തിന് പോലും, ഒരു കാരണത്തിന് പോലും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ എന്താ പറയാ നശിപ്പിച്ച് കളയാൻ സാധിക്കത്തില്ല. നമ്മള് പാപികളായിരുന്നപ്പോ അവൻ നമ്മളെ സ്നേഹിച്ചതാണ്. അല്ലെ? നമ്മൾ നല്ലവരായിരുന്നപ്പോഴല്ല യേശു നമ്മളെ തേടിയെത്തിയത്. നമ്മള് പാപികളായിരുന്നപ്പോ തന്നെ, നമ്മൾ വളരെ വീക്ക് ആയിരുന്നപ്പോ തന്നെ നമ്മളെ തേടിയെത്തിയതാണ് യേശു ക്രിസ്തു. അല്ലെ? നമ്മളെ ഇങ്ങോട്ട് തേടിയെത്തിയതാണ്. പാപത്തിലെ പിടിയിലായി പോയ വ്യക്തികള്, മരണത്തിന്റെ മണ്ഡലത്തിലായിരുന്ന വ്യക്തികളെ തേടിയെത്തിയതാണ് ദൈവമാണ് യേശു ക്രിസ്തു. നമ്മള്, അല്ലെ, നമ്മള് ക്രിസ്തുവിലായിരിക്കുമ്പോൾ തന്നെ പാപം ചെയ്തു എന്നുള്ള കാര്യം കൊണ്ട്, അല്ലെ, നമ്മൾക്ക് ചാൻസുകൾ തരാതിരിക്കാൻ ദൈവമല്ല, തിരിച്ച് ദൈവത്തിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് ചാൻസുകൾ തന്നെ ദൈവം. പക്ഷെ അപ്പൊ ആദ്യത്തെ ചാൻസിൽ തന്നെ നമ്മള് യേശുവിലേക്ക് തിരിച്ചു വരിക, അല്ലെ, പാപത്തിൽ തന്നെ ജീവിക്കാതിരിക്കുക. പാപത്തിൽ ജീവിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ അവനിൽ നിന്ന് നമ്മൾ അകന്നു പോവുക തന്നെ ചെയ്യും. അല്ലെ? നമ്മൾ ജഡത്തിന്റെ സ്വഭാവവും നമ്മുടെ പാവത്തിന്റെ സ്വഭാവവും എല്ലാം, ജഡത്തിന്റെ സ്വഭാവം ദൈവവുമായിട്ട് ശത്രുതയിലാണ്. അപ്പൊ ജഡത്തിന്റെ സ്വഭാവത്തിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോ പിന്നെയും പാപത്തിലാകുമ്പോ നമ്മൾ നടന്നു പോകുന്നത് മരണത്തിലേക്കാണ്. ഈ റോമകത്തിലേക്ക് 8-ാമത്തെ ചാപ്റ്ററിൽ തന്നെ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അല്ലെ? നമ്മൾ ജഡത്തിലാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പിന്നെയും നമ്മള് എന്താ പറയുക, നമ്മള് മരണത്തിലേക്ക് നടന്നു പോകുന്നു. പക്ഷെ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പോട് കൂടി നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് നമ്മൾ മുമ്പോട്ട് ജീവിച്ചു പോകുമ്പോൾ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ ഒരിക്കൽ പോലും പാപത്തിന്റെ പിടിയിലായിരിക്കത്തില്ല. നമ്മൾ ജീവിതത്തിലേക്കാണ് പോകുന്നത്. അവനിലാണ്, യേശുക്രിസ്തുവിലാണ് ജീവിതമുള്ളത്. അല്ലെ? അവനിലാണ് നമ്മുടെ ജീവിതവും, നമ്മൾ ജീവിക്കുന്നതും, നമ്മൾ ചരിക്കുന്നതും, നമ്മൾ ആയിരിക്കുകയും ചെയ്യുന്ന യേശുക്രിസ്തു തന്നെയാണ്. അല്ലെ? നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തികളെ 17-ാമത്തെ ചാപ്റ്ററിൽ 28-ാമത്തെ വാക്ക് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ആയിരിക്കുന്ന, അല്ലെ, എന്താ അവനിലാണ് നമ്മൾ ലീവ് ചെയ്യുന്ന, നമ്മൾ മൂവ് ചെയ്യുന്ന, നമ്മൾ ആയിരിക്കുന്നത് യേശുക്രിസ്തുവിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിലായിരിക്കും നമ്മൾ. അതിനുള്ള മനഃപൂർവ്വമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മൾ എന്നും വിക്ടോറിയസ് ആണ് എന്ന്, നമ്മൾ എന്നും ജയാളികളാണ്. ഇങ്ങനെ ഇവിടെയല്ല പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞ നമ്മള് 37-ാമത്തെ വാക്കിന്റെ പറഞ്ഞു, നാമോ നമ്മൾ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അല്ലെ? നമ്മളെ ജയിപ്പിക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്ന ദൈവമാണ്. നമ്മൾ ജയാളികളാണ്. നമ്മൾ യേശുക്രിസ്തുവിലാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ജയാളികളായിരിക്കും. തോക്കണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു. അല്ലെ? തോക്കണമെങ്കിൽ നമ്മൾ പാപം ചെയ്ത് നമ്മൾ ദൈവത്തിൽ നിന്ന് പോകേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ യേശുവിലാണെങ്കിൽ നമ്മൾ എന്നും ജയാളികളാണ്. അല്ലെ? അപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് ഇതാ പറയാനുള്ളത്, ഒന്നിനും തന്നെ നമ്മുടെ പാപത്തിനല്ലാതെ വേറെ ഒന്നിനും തന്നെ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കൊണ്ട് പോകാൻ സാധിക്കത്തില്ല. അത് മനസ്സിലാക്കും. അല്ലെ? ആൾക്കാർ കുറ്റം പറയുന്നതോ, അല്ലെ, നാട്ടുകാരൻ നീ മോശപ്പെട്ടവനാന്ന് പറയുന്നത് കൊണ്ടോ നമ്മൾ തന്നെ നമുക്ക്
കഴിവില്ലാന്ന് നമ്മൾ തീരുമാനിക്കുന്നു, നമുക്ക് ചിന്തിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒന്നിനും തന്നെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പിടിയിൽ നിന്ന് നമ്മളെ മാറ്റിക്കൊണ്ട് പോകാൻ സാധിക്കത്തില്ല. നമ്മളെ സ്നേഹിക്കും എന്നൊരു തീരുമാനമെടുത്തവനാണ് യേശുക്രിസ്തു. ഇനി പാപം ചെയ്തു പോയാലും അത് പാപമാണ് തന്നെ ഏറ്റു പറഞ്ഞുകൊണ്ട് ഇനി അത് റിപ്പീറ്റ് ചെയ്യത്തില്ല എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് അല്ലെ, അങ്ങനെ ചെയ്യാതിരുന്നുകൊണ്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരുമ്പോ ദൈവം നമ്മളോട് പൊറുക്കുക തന്നെ, നമ്മളെ കൈക്കൊള്ളുക തന്നെ ചെയ്യുക തന്നെ ചെയ്യൂല. അത് യേശുക്രിസ്തുവിന്റെ സ്വഭാവമാണ്. നമ്മളോട് പൊറുക്കുക എന്നുള്ളത് അവന്റെ സ്വഭാവമാണ്. അങ്ങനെ തന്നെയായിരിക്കും അവൻ എല്ലാ കാലത്തും. അങ്ങനെ തന്നെയായിരിക്കും നമ്മളോട് പൊറുക്കാൻ താല്പര്യപ്പെടുന്ന ദൈവം. അപ്പൊ അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഒന്നിനും തന്നെ അല്ലെ, ഒരു മരണത്തിനോ ഒരു പിശാചിനോ ഒന്നിനും തന്നെ നമ്മളെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകാനുള്ള കഴിവില്ല. അത് എപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുക അല്ലെ. എന്നെ സ്നേഹിക്കുന്നവന്റെ എന്റെ ദൈവം, ആ ഒരു അറിവ് ഉണ്ടായിരിക്കും. ഇങ്ങനെയല്ലേ പോൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ കൺവിൻസ്ഡ് ആണ്, എനിക്കത് അറിയാം, ഞാൻ ഈ കാര്യം എനിക്ക് ഉറപ്പാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. 39ാമത്തെ വാക്കിന്റെ പറഞ്ഞിരിക്കുക, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പോളിന് അത് വളരെയധികം ഉറപ്പാണ്. ജോൺ ഓരോ കാര്യങ്ങൾ എഴുതുമ്പോ അപ്പോസ്റ്റൽ യോഹന്നാൻ എഴുതുമ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശു സ്നേഹിക്കുന്ന ആ ശിഷ്യൻ എന്ന് എഴുതിയിരിക്കുന്നത് അല്ലെ. മറ്റുള്ളവരെ ആരെയും സ്നേഹിക്കാത്തത് കൊണ്ടല്ല, യേശു യോഹന്നാനെ മാത്രം സ്നേഹിക്കുന്നു എന്നല്ല യോഹന്നാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ യോഹന്നാൻ ഉറപ്പാണ്, എന്റെ ദൈവം സ്നേഹിക്കുന്നു, എന്റെ യേശു സ്നേഹിക്കുന്നു എന്നുള്ള ഉറപ്പാണ്. ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ. ആ ഉറപ്പിൽ നമ്മൾക്ക് ഉറച്ചു നിൽക്കാം. ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ഇല്ലായെങ്കിൽ പല പ്രശ്നങ്ങളും ആയിട്ട് പിശാച് വരിക തന്നെ ചെയ്യും അല്ലെ. ഒന്നിനും അവന്റെ സ്നേഹത്തിൽ നമ്മളെ എന്താ പറയാ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ സാധിക്കത്തില്ല. പാപം ചെയ്യരുത്. പാപം നമ്മളിൽ ഉണ്ടെങ്കിൽ, പാപത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് വലിയ പ്രശ്നത്തിലാണ് അല്ലെ. അത് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകുക തന്നെ ചെയ്യും. പാപം ചെയ്യാതെ അല്ലെ, പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടുന്നത് ദൈവത്തിൽ യേശുക്രിസ്തുവിലായിരിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കുമ്പോഴാണ്. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവൻ നമുക്ക് സമർപ്പിക്കാം. പാപം ചെയ്യാത്തവരായിരിക്കാം അല്ലെ, അങ്ങനെ അബദ്ധത്തിൽ ചെയ്തു പോയാൽ പാപം ഏറ്റു പറഞ്ഞുകൊണ്ട് അല്ലെ, ക്ഷമ ചോദിച്ചുകൊണ്ട് തിരിച്ച് ദൈവത്തിലേക്ക് യേശുക്രിസ്തുവിലേക്ക് വരാം ആ നിമിഷം തന്നെ അല്ലെ. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴും ഓർക്കുക ഒരു കാര്യം, മനസ്സിൽ ഉറക്കുക, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്ത് നന്ദി പറയുന്നത്. കർത്താവ് ഒന്നിനും തന്നെ, ഈ ലോകത്തുള്ള ഒന്നിനും തന്നെ കർത്താവ് അങ്ങനെ ഞങ്ങളെ മാറ്റിക്കൊണ്ട് പോകാൻ സാധിക്കത്തില്ല. അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചുകൊണ്ട് പോകാൻ സാധിക്കത്തില്ല എന്നുള്ളതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് തീരുമാനം എടുത്ത കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ്, ഞങ്ങൾ പാപികളായിരുന്നപ്പോ കർത്താവ്, ഞങ്ങൾക്ക് സ്ട്രെങ്ത് ഇല്ലായിരുന്ന വ്യക്തികളായിരുന്നപ്പോൾ ഞങ്ങളെ വന്ന് സ്നേഹിച്ച ദൈവ കർത്താവേ, ഇന്ന് ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന കർത്താവ് ലോർഡ് ഫാദർ, താങ്ക് യു സോ മച്ച് മാസ്റ്റർ ഗോഡ്. ഹല്ലേലൂയ ഫാദർ, പ്രൈസ് ആൻഡ് വർഷിപ്പ്. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. വർഷിപ്പ് ആൻഡ് പ്രൈസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഫാദർ ഗോഡ്. അവരുടെ മനസ്സിനോട് പറയണം, അവരുടെ ഹൃദയത്തോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവ് ലോർഡ് ഫാദർ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കർത്താവിനോട് ലോർഡ് ഗോഡ് ഓൾമൈറ്റി മാസ്റ്റർ ഗോഡ്, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കർത്താവ് ലോർഡ് ഫാദർ സ്നേഹിക്കുന്നു അവരെ, അങ്ങാൽ സ്നേഹിക്കപ്പെടാൻ കർത്താവ് അവകാശമുണ്ടോ എന്ന് ആർക്കെങ്കിലും തോന്നലുണ്ടെങ്കിൽ കർത്താവ് ലോർഡ് ഫാദർ ഗോഡ്, ഐ പ്രേ ഫാദർ ഗോഡ്, അങ്ങ് അത് അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയണമെന്ന് അപേക്ഷിക്കുന്ന യേശുവിൻ നാമത്തിൽ ആമേൻ. ദൈവത്തിന്റെ ദൈവത്തിനകത്ത് മഹത്വം ഉണ്ടാകട്ടെ.